നമസ്കാരം. പാലക്കാട് തിരുവാലത്തൂർ ശ്രീ രണ്ട് ഭഗവതി മൂർത്തി ക്ഷേത്രത്തിലാണ്. വലിയൊരു ക്ഷേത്രമാണ്. സത്യം പറഞ്ഞ ഈ ക്ഷേത്രം കൊണ്ട് ഞാൻ ഞെട്ടി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാണാത്ത ഒരുപാട് മഹാക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. തിരുവാലത്തൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരത്തിനടുത്ത് കൊടുമ്പ് പഞ്ചായത്തിൽ തിരുവാലത്തൂർ ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയായ ജഗദംബിക അത്യുഗ്ര ദേവതയായ മഹിഷാസുര മർദ്ദിനിയായും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരിയായും രണ്ട് ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രമെന്ന പേര് വന്നത്. 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമാണ്. തുല്യവലിപ്പത്തിലുള്ള 2 ശ്രീകോവിലുകളും 2 കൊടിമരങ്ങളും 2 നാലമ്പലങ്ങളുമുള്ള ഒരു അപൂർവ സന്നിധിയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ശങ്കരനാരായണൻ, അന്തിമഹാകാളൻ, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നുണ്ട്. വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവം, ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ നവരാത്രിയും വിശേഷമാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന പറമ്പിന്റെ ഇടതുഭാഗത്തുകൂടിയാണ് പണ്ട് കണ്ണാടിപ്പുഴ ഒഴുകിയിരുന്നത്. പിന്നീട് ദേവിയുടെ ഇടപെടൽ കാരണം അത് വലതുഭാഗത്തുകൂടിയായി. അങ്ങനെ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് തിരുവലത്താറ് എന്ന പേര് ലഭിച്ചു. ഇതാണ് കാലാന്തരത്തിൽ തിരുവാലത്തൂറായത്. മറ്റൊരു കഥയനുസരിച്ച് ജലസമൃദ്ധി കൂടിയ സ്ഥലം എന്ന അർത്ഥത്തിൽ സ്ഥലത്തിന് ആദ്യം ആലത്തൂർ എന്ന പേര് ലഭിക്കുകയും പിന്നീട് ദേവി സാന്നിധ്യം വന്നപ്പോൾ ആദരസൂചകമായി ശ്രീ അഥവാ തിരു ചേർത്തും തിരുവാലത്തൂർ ആകുകയുമായിരുന്നു. ജലസമൃദ്ധിയുടെ തെളിവായി കണ്ണാടിപ്പുഴയും ഇതിൽ വന്നു ചേരുന്ന ചില തോടുകളും കുളങ്ങളും ഇന്നും തിരുവാലത്തൂരിൽ കാണാം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ അതിവിശാലമായ മതിൽക്കെട്ട്. ഇത് മനുഷ്യനിർമ്മിതമല്ലെന്നാണ് ഐതിഹ്യം. ഇതിന്റെ നിർമ്മാണത്തിന് പുറകിൽ പറഞ്ഞു വരുന്ന ഒരു കഥയുണ്ട്. ഈ മതിൽക്കെട്ട് നിർമ്മിച്ചത് ഭൂതഗണങ്ങളാണെന്നും ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഇത് നിർമ്മിച്ചതെന്നും എന്നാൽ പണി തീരും മുമ്പ് നേരം വെളുത്തതിനാൽ അവർ പണി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടുമെന്നാണ് കഥ. ഇതിന്റെ തെളിവായി കിഴക്കേ ഗോപുരവും കിഴക്ക് ഭാഗത്തെ മതിൽക്കെട്ടും പണി പൂർത്തിയായിട്ടില്ലെന്ന് കാര്യം മനസ്സിലാക്കാം. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ വടക്ക് ഭാഗത്തെ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മഹിഷാസുര മർദ്ദിനിയാണ്. അത്യുഗ്ര ദേവതയായ മഹിഷാസുര മർദ്ദിനിയുടെ വിഗ്രഹത്തിന് ഏകദേശം 6 അടി ഉയരമുണ്ട്. പടിഞ്ഞാറോട്ടാണ് ദർശനം. 8 കൈകളോടുകൂടിയ വിഗ്രഹത്തിന്റെ കൈകളിൽ ശംഖ്, ചക്രം, ഗദ, അമ്പ്, വില്ല്, വാൾ, ത്രിശൂലം തുടങ്ങിയ ആയുധങ്ങൾ കാണാം. ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി പ്രതിഷ്ഠയും സവിശേഷമായ ഒരു ഐതിഹ്യത്തിനുടമയാണ്. മഹിഷാസുര മർദ്ദിനിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതിഷ്ഠ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കഥ ഇങ്ങനെയാണ്. മഹിഷാസുര മർദ്ദിനിയുടെ ഉഗ്രഭാവത്തോടെയുള്ള പ്രതിഷ്ഠ നാട്ടിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതിവർഷം, വെള്ളപ്പൊക്കം, കൃഷിനാശം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. ഇത്തരം സംഭവങ്ങൾ അടുപ്പിച്ച് ഉണ്ടാകുന്നതിനാൽ ദുഃഖിതരായ നാട്ടുകാർ ദേവിയോട് തന്നെ പ്രാർത്ഥിച്ച് ഭക്തരുടെ വേദനയിൽ മനസ്സലിഞ്ഞ ദേവി മഹിഷാസുര മർദ്ദിനിയുടെ ശ്രീകോവിലിന് തെക്ക് ഭാഗത്ത് താഴ്ചയിൽ സ്വയംഭൂവായി അവതരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ അവിടെ പുതിയ ശ്രീകോവിൽ പണിയുകയും അന്നപൂർണേശ്വരി സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനുശേഷം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്നും മാത്രമല്ല കൂടുതൽ സമ്പദ് സമൃദ്ധിയുടെ ഗ്രാമം വിളങ്ങാൻ തുടങ്ങുകയും ചെയ്തു. തിരുവാലത്തൂർ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് കണ്ണാടിപ്പുഴയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. പാലക്കാട് നിന്നോ ചിറ്റൂർ നിന്നോ വരുന്നവർക്ക് കൊടുമ്പിൽ നിന്ന് പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. തിരുവാലത്തൂർ LP സ്കൂളും ഏതാനും കടകളും ഒഴിച്ചു നിർത്തിയ ക്ഷേത്ര പരിസരത്ത് എടുത്തു പറയാവുന്ന നിർമ്മിതികളൊന്നുമില്ല. ക്ഷേത്രത്തിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ നെൽപ്പാടങ്ങളാണ്. ഇപ്പോഴും ധാരാളമായി നെല്ല് വിളയുന്ന പാടങ്ങളാണ് ഇവിടെയുള്ളത്. പച്ച പട്ടുടുത്ത് നിൽക്കുന്ന പാടങ്ങളും മരങ്ങളും ആരെയും ആകർഷിക്കും. പടിഞ്ഞാറ് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഈ പാടങ്ങൾക്കിടയിലൂടെ നടന്നു പോകണം. അങ്ങനെ കുറച്ചു ദൂരം നടന്നാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിലെത്താം. വളരെ ചെറിയൊരു ഗോപുരമാണ് ഇവിടെയുള്ളത്. എടുത്തു പറയാവുന്ന ഒരു നിർമ്മിതിയല്ല ഇത്. ഗോപുരത്തിന് സമീപത്ത് തന്നെയാണ് അതിവിശാലമായ ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നത്. അന്തിമഹാകാളൻ കുളമെന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഉഗ്രമൂർത്തിയായ മഹിഷാസുരമർദ്ദിനിയുടെ കോപം കുറയ്ക്കാനാണ് ഈ കുളം കുഴിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് അന്തിമഹാകാളന്റെ പ്രതിഷ്ഠയും. ദേവിയുടെ കാവൽക്കാരനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്ന അന്തിമഹാകാളനെ മേൽക്കൂരയില്ലാത്ത ഒരു തറയിൽ ശിവലിംഗത്തോട് സാദൃശ്യമുള്ള ഒരു ചെറിയ വിഗ്രഹത്തിലാണ് കൂടിയിരുത്തിയിരിക്കുന്നത്. ക്ഷേത്രഗോപുരത്തിനും കുളത്തിനുമിടയിൽ ഇരുവശത്തുമായി ദേവസ്വം ഓഫീസുകൾ കാണാം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ബി ഗ്രേഡ് ദേവസ്വമാണ് തിരുവാലത്തൂർ ദേവസ്വം. ഇവ പിന്നിട്ട് കഴിഞ്ഞാൽ ക്ഷേത്ര മതിലകത്ത് എത്താം. 2 തട്ടുകളായി കിടക്കുന്ന അതിവിശാലമായ മതിലകമാണ് തിരുവാലത്തൂർ ക്ഷേത്രത്തിലേത്. ഇവയിൽ ഉയർന്ന തട്ടിലുള്ള മഹിഷാസുരമർദ്ദിനിയുടെയും താഴ്ന്ന തട്ടിലുള്ളത് അന്നപൂർണേശ്വരിയുടെയും ക്ഷേത്രങ്ങളാണ്. ഇരു ക്ഷേത്രങ്ങൾക്കും ഒരുമിച്ചാണ് നടപ്പുര പണിതിരിക്കുന്നത്.